നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA നേതൃത്വത്തോട് 5 സീറ്റ് ആവശ്യപ്പെട്ടെന്ന് കേരള കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. കോവളം, പാറശാല, ചടയമംഗലം, പേരാമ്പ്ര, കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങളാണ് ആവശ്യപ്പെട്ടത്. UDF ഘടകകക്ഷിയാക്കിയിട്ടും BJPക്കൊപ്പം നിന്നതിനാൽ ഇത്തവണ മികച്ച പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അത് ഇന്നലെ തന്നെ ഒരു ഉഭയകക്ഷി ചർച്ച ഉണ്ടായിരുന്നു. അതിലെല്ലാ കക്ഷികളും അവരുടെ സീറ്റുകളാവും. ഞങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്, കേരളത്തിൽ നമുക്ക് 5 സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മുൻകാലമുള്ളതുപോലെയല്ല, എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സമീപനമാണ് ഈ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം. തിരുവനന്തപുരം ജില്ലയിൽ 2 ചോദിച്ചിട്ടുണ്ട്, ഒന്ന് കോവളവും പാറശാലയും ചോദിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ പുനലൂർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് പേരമ്പ്ര ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഈ പാർട്ടിയിലും അല്ലെങ്കിൽ ഈ സംഘടനകളിലും ഒക്കെ 50 വർഷത്തെ അധ്വാനമുണ്ട്. എനിക്ക് UDFൽ ഒരു ദിവസത്തെ അധ്വാനവും ഇല്ല. അപ്പോൾ 50 വർഷം അധ്വാനമുള്ള ഈ പാർട്ടിയിൽ എനിക്ക് കിട്ടുന്ന അംഗീകാരം വേറൊരു പാർട്ടിയിലും കിട്ടൂല. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉള്ളത്. NDA അംഗീകരിക്കുമോ ഈ ആവശ്യം? എന്താണ് മനസ്സിലാക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ UDFൽ ഘടകകക്ഷി എന്ന രൂപത്തിൽ ആക്കാം എന്ന സതീശന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കേരള കാമരാജ് കോൺഗ്രസ് എന്ന പാർട്ടിയും വിഷ്ണുപുരം ചന്ദ്രശേഖരനും ഒരു വാർത്താ ശ്രദ്ധയിലേക്ക് വരുന്നത്. കഴിഞ്ഞ തവണ NDAയിൽ തന്നെയായിരുന്നു മത്സരിച്ചിരുന്നത്. അപ്പോൾ കോവളം സീറ്റ് മാത്രമാണ് അനുവദിച്ചു കൊടുത്തത്. പക്ഷേ ഇത്തവണ 5 സീറ്റ് വേണം. കാരണം സ്വാഭാവികമായും അങ്ങനെ ഒരു ക്ലെയിം മുന്നോട്ട് വെക്കുകയാണ് വിഷ്ണുപുരം. UDF അസോസിയേറ്റ് ഘടകകക്ഷി ആക്കിയിട്ട് കൂടി ഞങ്ങൾ പോകാതെ NDAക്കൊപ്പം BJPക്കൊപ്പം നിന്നതാണ്. അതുകൊണ്ട് ആ നിലയിൽ ഒരു പരിഗണന വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ആകെ 5 സീറ്റുകൾ, അതിൽ പ്രധാനമായും കോവളവും പാറശാലയുമാണ് തിരുവനന്തപുരത്ത് നിന്ന് ആവശ്യപ്പെടുന്നത്. കൊല്ലത്ത് നിന്ന് ചടയമംഗലം സീറ്റ് വേണമെന്ന ആവശ്യമുണ്ട്. കോഴിക്കോട് നിന്ന് പേരാമ്പ്ര സൗത്ത്, കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങൾ വേണമെന്ന ആവശ്യവും മുന്നിൽ വെക്കുന്നുണ്ട്. ഏതായാലും കാര്യമായ പരിഗണന വേണം ഇത്തവണ എന്ന ആവശ്യമാണ് NDAയിൽ ഘടകകക്ഷിയായ കേരള കാമരാജ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമോ എന്ന് കണ്ടറിയാം. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.